നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിക്ക് നല്ലൊരു പണി കൊടുത്തിരിക്കുകയാണ്. CPIക്കാണ് ആ ഒരു പണി കിട്ടിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, പരിസ്ഥിതി ദിന ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ ഗവർണർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയിലേക്ക് CPIയുടെ മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ സ്ഥാപിച്ച ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദ് ആ പരിപാടിയിൽ നിന്ന് മാറുകയും പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിയും അതോടൊപ്പം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ഗവർണർക്കെതിരെ തിരിഞ്ഞ് ഗവർണർ സംഘപരിവാറിൻ്റെ ആളായി മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്വയം സേവകനായ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് CPI ആണ് പെട്ടുപോയത്. അതായത് അവർ നടത്തിയ പരിപാടികളിലൊക്കെ തന്നെ ഭാരത് മാതാ കി ജയ് വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവരെ എത്തിച്ചു എന്നാണ് പിന്നീട് സംഘപരിവാർ പോസ്റ്റുകളിൽ നിന്നും ആ വിമർശനങ്ങൾ ഉയർന്നത്. അവർ പിന്നീട് ദേശീയ പതാക ഉയർത്തുകയും സംഘപരിവാർ ചെയ്യുന്നത് പോലെ അവരുടെ പരിപാടിയിലും ഭാരത് മാതാ കി ജയ് ഒക്കെ വിളിക്കുന്നത് കണ്ടു. അതിനെ പിന്നീട് MV ഗോവിന്ദനടക്കം വിമർശിക്കുകയും ചെയ്തു. ഭാരതാംബ എന്ന സങ്കല്പം ഇല്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ കോട്ടയത്തെ CPIയുടെ മണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പോസ്റ്ററിൽ അവർ ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും RSSൻ്റെ ഭാരതാംബയല്ല, കയ്യിൽ ദേശീയ പതാക ഉയർത്തിയ ത്രിവർണ്ണ ചിത്രത്തിൽ, അതായത് ത്രിവർണ്ണ നിറങ്ങളിൽ ഒരു രൂപം, ആ രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ഭാരതാംബ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഭാരതാംബയുടെ ചിത്രം വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയും പിന്നീട് കോട്ടയം ജില്ലാ കമ്മിറ്റിയോട് ഈ ഒരു ചിത്രം പിൻവലിക്കണം, പോസ്റ്റർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ആ ചിത്രം പിൻവലിച്ചിരിക്കുകയാണ്. ചിത്രം പിൻവലിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോട്ടയത്തെ പ്രാദേശിക നേതാക്കൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഇപ്പോൾ വളരെ വൈറലായി. മറ്റ് പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഇത് ഉപയോഗിച്ച് CPIയെ ട്രോളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട്.